ചൂരൽമല വില്ലേജ് ഓഫീസിന്റെ പരിസരത്തു നിന്നും ഇപ്പോൾ അരുൺ അമൃതാഥ് ഒപ്പം ചേരുന്നു. അരുൺ, ആ ഭാഗത്ത് വളരെ ദുർഘടമായ രക്ഷാദൗത്യം നടക്കേണ്ട ഒരു മേഖലയാണ്. കാരണം മരങ്ങളൊക്കെ കടപുഴകി വന്ന് തടികൾ മൂടിയിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അവിടെ ഒരുപാട് കഷ്ടപ്പാടുണ്ട് എന്നറിയാം. ആ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായിട്ടുണ്ടോ? ഏത് തരത്തിലാണ് ഇപ്പോൾ അവിടെ തെരച്ചിൽ പുരോഗമിക്കുന്നത്? മോദി സൂചിപ്പിച്ചതുപോലെ തന്നെ, ഞാൻ കഴിഞ്ഞ മണിക്കൂറിൽ പറഞ്ഞതുപോലെ തന്നെ വലിയൊരു പ്രതിസന്ധിയാണ് ഇങ്ങോട്ടേക്ക് എത്തിയ രക്ഷാപ്രവർത്തകർ പോലും പറഞ്ഞത്. പക്ഷേ ഈ 2 ദിവസങ്ങളിൽ സ്ഥിതി കുറച്ചുകൂടി മെച്ചപ്പെടുത്താൻ അവർക്ക് അനിവാര്യമായിരുന്നത് ഈ യന്ത്ര സാമഗ്രികൾ തന്നെയാണ്. അപ്പോൾ മണ്ണുമാന്ത്രി യന്ത്രം, ഇറ്റാച്ചി ഉൾപ്പെടെയുള്ള എക്സ്കവേറ്റേഴ്സ് ഇങ്ങോട്ടേക്ക് എത്തണം എന്നുള്ളതാണ്. അത് ആഴ്ന്നിറങ്ങിക്കഴിഞ്ഞാൽ മാത്രമേ ഈ മുകളിൽ ഇങ്ങനെ അടിഞ്ഞുകൂടി കിടക്കുകയാണ്. ഇതിൻ്റെ ഒരു ആഴം എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്നതിലും അധികമാണ്. കാരണം ആ ഒരു കുന്നു ഭാഗത്തേക്ക് ക്യാമറ സൂം ചെയ്യുമ്പോൾ നമുക്കറിയാം അവിടെ നിന്നാണ് നമ്മൾ ഇറങ്ങി വന്നത്. ആ ഭാഗത്ത് പോലും ചളി, എൻ്റെ ഒരു മുട്ടിൻ്റെ ഭാഗത്ത് വരെ ചളിയുണ്ട്. അപ്പോൾ ഇവരിങ്ങനെ ഈ ഇറങ്ങി വരുന്ന ഈ ഒരു ഭാഗത്തെന്ന് പറയുന്നത് ഒരു ആൾപ്പൊക്കത്തിലുള്ള ചളിയുണ്ട്. അതിന് മുകളിലായാണ് ഈ മരം ഇങ്ങനെ അടിഞ്ഞുകൂടി കിടക്കുന്നത്. മണ്ണും മരവും കല്ലും ഒക്കെയായി ഇങ്ങനെ അടിഞ്ഞുകൂടി കിടക്കുന്നത്. അതിന് മുകളിലായി അവർ നിലയുറപ്പിച്ച് ഇങ്ങനെ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ കട്ടറുകൾ ഇവർക്ക് ഇന്നലെ എത്തിച്ച് നൽകിയിരുന്നു. ആദ്യ ദിവസം യാതൊരു ടൂളുകളും ഇവരുടെ പക്കൽ ഉണ്ടായിരുന്നില്ല. ഈ കട്ടറുകൾ ഉപയോഗിച്ച് ഈ മരങ്ങൾ ആദ്യം മുറിച്ചു മാറ്റണം. മരങ്ങൾ മുറിച്ചു മാറ്റി അതൊരു ഭാഗത്തേക്ക് നീക്കണം. അതിന് ഈ യന്ത്രങ്ങൾ ആവശ്യമാണ്. നീക്കിയതിന് ശേഷമാണ് മണ്ണിനടിയിലുള്ള ഈ തിരച്ചിൽ. ഈ ഭാഗത്തായി ഇന്നലെ 16 മൃതദേഹങ്ങളാണ്. നമ്മൾ ഈ നിൽക്കുന്ന ഭാഗത്തൊക്കെ മൃതദേഹങ്ങൾ അവശേഷിക്കുന്നു എന്നുള്ളത് ദൗർഭാഗ്യകരമാണ്. അത്തരത്തിലുള്ള സാഹചര്യമാണ് ഈ പ്രദേശത്ത് തെരച്ചിൽ നടക്കുന്നത്. കുറച്ച് മുന്നിലായി സൈന്യത്തിന്റെ വലിയ സംഘം ഇതാ ഇപ്പോൾ ഈ പ്രദേശത്തേക്ക് എത്തിയിരിക്കുന്നത്. മുകളിലായി നമുക്ക് കാണാം ഈ ഓഫ് റോഡ് വാഹനങ്ങൾ, ജീപ്പ് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ ഇങ്ങോട്ടേക്ക് എത്തിച്ചിട്ടുണ്ട്. ഈ സാമഗ്രികളൊക്കെ ഇങ്ങോട്ട് എത്തിക്കുന്നതിനായാണ്. ഈ വഴി ആയിരിക്കാം ഇങ്ങോട്ടേക്ക് ഇറ്റാച്ചി പ്രവേശിപ്പിക്കുന്നത്. എങ്കിൽ പോലും അതിനും അതിൻ്റെതായ തടസ്സങ്ങളുണ്ട്. അതെല്ലാം പരിശോധിക്കണം. അതിനുള്ള സ്ഥിതിഗതി ആദ്യം വിലയിരുത്തണം. അതിനുശേഷം നമുക്ക് ആ ഒരു ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ പുഴ, ചാലിയാർ പുഴയുടെ ഒരു കൈവഴി ഒഴുകുന്നത് കാണാം. ഒരു നീരൊഴുക്കുണ്ട്. ഈ ഭാഗത്തേക്ക് മൃതദേഹങ്ങൾ ഇതിലൂടെ ഒലിച്ചു പോയതാണ്. ഈ ഭാഗത്തിലൂടെയാണ് ഈ പോത്തുകൽ മേഖലയിലേക്കൊക്കെ മൃതദേഹങ്ങൾ എത്തിയത്. ഇതാണ് ഒരു പ്രധാന പോയിന്റ് എന്ന് പറയുന്ന ഒരു സ്ഥലം. ഈ ചൂരൽമലയും മുണ്ടക്കൈയെയും 2 മേഖലകളായി തിരിച്ച ഒരു ഭാഗമാണ്. ഈ ഉരുൾപൊട്ടൽ ഉണ്ടായി ഇവിടെ വന്ന് 2 വിഭജിച്ചു പോയ ഒരു ഭാഗമാണ് ഈ വില്ലേജ് ഓഫീസിന് സമീപമുള്ള ഈ ഒരു പ്രദേശം. നേരത്തെ വാർഡ് മെമ്പറൊക്കെ നമ്മളോട് പ്രതികരിച്ചപ്പോൾ പറഞ്ഞതാണ് 1200ഓളം പേരടങ്ങുന്ന ഒരു പ്രദേശമായിരുന്നു ഈ ഒരു മേഖല എന്ന് പറയുന്നത്. പക്ഷേ ഞാൻ ഈ നിൽക്കുന്ന ഒരു മേഖലയിൽ ആകെ ഒരു വീട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ മണ്ണിനടിയിൽ ഒരു വീട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഈ തെരച്ചിൽ നടക്കുന്നത് എന്നാണ് പറയുന്നത്. പക്ഷേ ഈ ഒരു മല മുഴുവൻ വന്ന് പതിഞ്ഞ സ്ഥലം ഇതാണ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു തീവ്രത നമുക്ക് മനസ്സിലാകുന്നുണ്ട്. 23 മൃതദേഹങ്ങൾ ആദ്യ ദിവസം തന്നെ ഈ മേഖലയിൽ കണ്ടെത്തിയിരുന്നു. അതിന്റെ ഒരു തീവ്രത നമുക്ക് മനസ്സിലാവും. എത്രത്തോളം മൃതദേഹങ്ങൾ ഇനിയും വീണ്ടെടുക്കാനുണ്ടാവും, ഈ അവശിഷ്ടങ്ങൾക്കിടയിൽ എന്തൊക്കെയാണ് കുടുങ്ങിക്കിടക്കുന്നത്, ആരൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങൾ ഇനിയും വ്യക്തത വരേണ്ടതുണ്ട്.